ഹലോ എവരി വൺ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കമ്പറേറ്ററിനെ കുറിച്ചിട്ടാണ്. ഒരു കമ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, അതൊരു ഓപ്പ് ആമ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് കമ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പ് ആമ്പിലേക്ക് 2 ഇൻപുട്ട് ടെർമിനൽ ഉണ്ടല്ലോ. അപ്പോൾ ആ 2 ഇൻപുട്ട് ടെർമിനലിലേക്കും നമ്മൾ 2 വോൾട്ടേജസ് കൊടുക്കും. നമ്മൾ 2 ഇൻപുട്ടുകൾ കൊടുക്കും. ആ ഇൻപുട്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് തരും. അങ്ങനെയുള്ള ഒരു സർക്യൂട്ടിനെയാണ് കമ്പറേറ്റർ എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ സർക്യൂട്ടിൽ നോക്കിയാൽ അറിയാം, ഇവിടെ കണ്ട 2 വോൾട്ടേജസ് നമ്മൾ ഈ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കുമായിട്ട് 2 വോൾട്ടേജ് സോഴ്സസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് നമുക്കൊരു സർക്യൂട്ട് കിട്ടും. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് നോൺ ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ സർക്യൂട്ടാണ്. അതായത് ഇവിടെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ്. അതായത് ഈ പോസിറ്റീവിലേക്ക് കൊടുക്കുകയാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 വോൾട്ടേജുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന്. അതായത് അതിൽ ഒരു വോൾട്ടേജാണ് ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജ്. രണ്ടാമത്തെ ടെർമിനലിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജാണ് റെഫറൻസ് വോൾട്ടേജ് വി റെഫ്. അപ്പോൾ ഇവിടെ അത് ഈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 6 വോൾട്ടും റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ടുമാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സർക്യൂട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന ടൈമിൽ ഇതിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ, അതായത് ഈ 6 വോൾട്ടിൻ്റെ സപ്ലൈ ആണ് ഈ കാണുന്നത്. ഈ 6 വോൾട്ടിൻ്റെ വേവ് ഫോം, അതായത് എ സി സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എ സി സൈനുസൈഡൽ വേവ് ഫോമാണ് ഇവിടെ ഈ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈനുസൈഡലാണ് ആയിട്ടുള്ള വോൾട്ടേജാണ് അല്ലെങ്കിൽ സപ്ലൈ, എ സി സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഈ ഓപ്പ് ആമ്പിലേക്ക് പോയി കഴിയുമ്പോൾ ഓപ്പ് ആമ്പ് എന്ത് ചെയ്യും, ഈ 2, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് റെഫറൻസ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡി സി ആണ്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ടാണ്. ഇത് ഇവിടെ കണ്ട 3 വോൾട്ട്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 വോൾട്ടിനും ഇപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ 3 വോൾട്ടിനും മുകളിലേക്ക് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് പോയി കഴിഞ്ഞാൽ ആ 3 വോൾട്ടിലും മുകളിലുള്ള ഭാഗത്തുള്ള വോൾട്ടേജ് മാത്രം എന്ത് ചെയ്യും, ഈ സർക്യൂട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ ഒരു പോസിറ്റീവ് സ്റ്റേബിൾ ഡി സി സപ്ലൈഡ് പുറത്തേക്ക് ഇടും. അതിന് താഴെ പോവുകയാണെങ്കിൽ, അതായത് 3 വോൾട്ടിനും താഴെയാണ് വോൾട്ടേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നെഗറ്റീവ് ഔട്ട്പുട്ടായിട്ടായിരിക്കും കിട്ടുക. പ്രത്യേകിച്ചൊന്നുമില്ല, നോൺ ഇൻവെർട്ടിംഗ് ആയതുകൊണ്ട് ഇവിടെ ഇൻവെർട്ട് ആവുന്നില്ല. നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് തന്നെ കിട്ടും. പക്ഷേ പോസിറ്റീവ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും, ഈ റെഫറൻസ് വോൾട്ടേജിനും മുകളിൽ വരുന്ന വോൾട്ടേജ് മാത്രമേ ഇവിടെ പോസിറ്റീവ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ബാക്കി ഈ 3 വോൾട്ടിനും താഴെയുള്ള എല്ലാ ഭാഗത്തും നമുക്ക് നെഗറ്റീവായിട്ടായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഇത്രയുള്ള നോൺ ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റെഫറൻസ് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ കൊടുക്കും. അതായത് നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലിൽ റെഫറൻസ് വോൾട്ടേജും ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലിൽ നമ്മൾ നേരത്തെ ഇപ്പുറത്ത് കൊടുത്ത ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെയുമായിട്ട് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ, അതായത് ഈ നെഗറ്റീവ് കാണുന്ന ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലിൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആ ഒരു ഇൻപുട്ട് വോൾട്ടേജ്, ഈ വോൾട്ടേജ് നമ്മൾ ഈ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ഇൻവെർട്ട് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നത് തല തിരിഞ്ഞ് വരിക എന്നാണ് ഇൻവെർട്ടിങ്ങിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതിന് നേരെ വിപരീതമായിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇത് ഇൻപുട്ട് വേവ് ഫോം, ഇത് ഔട്ട്പുട്ട് വേവ് ഫോം. നേരത്തെ ഇവിടെ കണ്ടത് നോൺ ഇൻവെർട്ടിംഗ് ആണ്, ഇവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടിംഗ് ആണ്. അപ്പോൾ നമ്മളിത് ഇവിടെ കൊടുത്തു. അപ്പോൾ ഈ റെഫറൻസ് വോൾട്ടേജ് 3 തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 വോൾട്ടിനും മുകളിൽ പോയപ്പോൾ എന്ത് ഉണ്ടായി, നമുക്ക് ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടി. 3 വോൾട്ടിനും താഴെ പോയപ്പോൾ നമുക്ക് ഇൻവെർട്ടഡ് ആയിട്ടുള്ള തന്നെ എന്ത് കിട്ടി, പോസിറ്റീവ് ആയിട്ടുള്ളത് കിട്ടി. അപ്പോൾ നമ്മൾ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുത്തുകൊണ്ടാണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ പോലെ തന്നെ, പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിന് നേരെ ഇൻവെർട്ടഡ് ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ 3 വോൾട്ടിനും മുകളിലുള്ള വോൾട്ടേജ് മാത്രമാണ് നമുക്ക് ഇവിടെ നെഗറ്റീവായിട്ട് ഇൻവെർട്ടഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അത്രയേ ഉള്ളൂ ഈ ഒരു കമ്പറേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പറേറ്റർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 ഇൻപുട്ട് കൊടുക്കുന്നു, ആ സർക്യൂട്ടിലേക്ക് നമ്മൾ 2 ഇൻപുട്ട് കൊടുക്കുന്നു. ആ 2 ഇൻപുട്ടിനെയും ആ സർക്യൂട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് അതിനനുസരിച്ച് പോളാരിറ്റി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. ഇത്രയേ ഉള്ളൂ ഒരു കമ്പറേറ്റർ എന്ന് പറയുന്നത്.
അടുത്തതായിട്ട് എങ്ങനെയാണ് ഇതിൽ കണക്ഷൻ കൊടുക്കേണ്ടത് എന്ന് പറയാം. അപ്പോൾ ഈ കണക്ഷൻ്റെ ബ്രെഡ് ബോർഡിലുള്ള സർക്യൂട്ട്, ബ്രെഡ് ബോർഡ് എങ്ങനെയാണ് ബ്രെഡ് ബോർഡിൻ്റെ ഇൻറ്റേർണൽ കണക്ഷൻ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന കാര്യവും അതുപോലെ തന്നെ ബ്രെഡ് ബോർഡിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സർക്യൂട്ടും ഈ രണ്ട് വേവ് ഫോമും കാണാണ്ട് പഠിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ രണ്ട് പിൻ ഔട്ട് ഡയഗ്രാം പിന്നെ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ്. അപ്പോൾ ഈ പിൻ ഔട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്കിതാണ് ഈ ഓപ്പാമ്പിൻ്റെ ചിപ്പ് എന്ന് പറയുന്നത്. ഇതേപോലത്തെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബ്ലാക്ക് ചിപ്പാണ് നമുക്ക് കിട്ടുക. ആ ചിപ്പിൻ്റെ ടെർമിനൽസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് ആകെ ഒരു ഒറ്റ മാർക്കിങ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഈ ഒരു സെമി സർക്കിൾ നമുക്ക് ഉണ്ടായിരിക്കും. ഇതില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഇവിടെ ഒരു വട്ടം ഉണ്ടായിരിക്കും. ഈ ഒന്നാമത്തെ ടെർമിനലിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഒരു ചെറിയൊരു വട്ടം ഉണ്ടായിരിക്കും. ഈ ഒന്നിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വട്ടം ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ടെർമിനൽസിൻ്റെ നമ്പറിൻ്റെ ഓർഡർ നമ്മൾ മനസ്സിലാക്കാൻ. 1 2 3 അങ്ങനെ എണ്ണി പോകും. അപ്പോൾ ഇവിടെയാണ് വട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 അങ്ങനെ ടെർമിനൽസ് പോവാണ് ചെയ്യാം. അപ്പോൾ ആ ഒരു മാർക്കിംഗ് അനുസരിച്ച് നമ്മൾ ഈ ടെർമിനൽസ് മനസ്സിലാക്കണം. അപ്പോൾ ആ ടെർമിനൽസിൻ്റെ ഓരോ ടെർമിനൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഇതും ആദ്യം തന്നെ കാണാപ്പാടം പഠിക്കുക. എന്നിട്ട് എക്സാമിന് ഇത് വരച്ച് വയ്ക്കുക. ഇത് വരച്ച് വെച്ചാൽ തന്നെ പ്രൊസീഡ് കിട്ടും. അങ്ങനെ വരച്ച് വെച്ചതിന് ശേഷം വരച്ചിട്ട് ഇത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടെർമിനൽസ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള ടെർമിനൽസ് ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ, ഈ ഒരു ഓപ്പാമിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ടാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻറ്റേർണൽ സർക്യൂട്ട് നമ്മൾ സർക്യൂട്ടിൻ്റെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ള എന്തൊക്കെ റെസിസ്റ്റേഴ്സും ഡയോഡ്സും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള പോലെ നമ്മൾ ഇവിടെ കണക്ഷൻ ബ്രെഡ് ബോർഡിൽ കൊടുക്കണം. അപ്പോൾ ഇത് ആദ്യം ബ്രെഡ് ബോർഡിൽ കുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാതെ ഇവിടുത്തെ 3 ആണ്, ഇവിടുത്തെ 3, ഇവിടുത്തെ 2 ആണ്, ഇവിടുത്തെ 2. അപ്പോൾ നമ്മുടെ ഈ ഡയോഡ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയോഡ്സ് ഈ 3നും 2നും അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് വേണം, പാരലായിട്ട് ഇതിന് 2നും പാരലായിട്ട് വേണം ഈ 2 ഡയോഡും കൊടുക്കാൻ. ഈ ഡയോഡിൻ്റെ പൊളാരിറ്റി 2ൻ്റെയും ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇത് ഒരു ഡയറക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ മറ്റേ ഡയറക്ഷനിൽ വേണം കൊടുക്കാൻ. അങ്ങനെ ഇതിന് അക്രോസ് ആയിട്ട് ബ്രെഡ് ബോർഡിൽ കുത്തിവയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഈ റെസിസ്റ്റർ, ഇത് 2 റെസിസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ റെസിസ്റ്റേഴ്സ് ഒരെണ്ണത് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇവിടെ കൊടുക്കണം. അത് അങ്ങനെ കൊടുക്കുക. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ വി ഇൻ എന്ന് പറയുന്നത് ഈ 6 വോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറാണ്. പിന്നെ ഈ റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കൊടുക്കില്ലേ, ഇവിടെ 2 നമ്മൾ കൊടുക്കുന്നത് എന്താണ്, നമ്മുടെ റെഗുലേറ്റഡ് DC സപ്ലൈ ആണ് നമ്മളിവിടെ കൊടുക്കുക. അതേപോലത്തെ വേറൊരു റെഗുലേറ്റഡ് DC സപ്ലൈ നമ്മളിവിടെ വയ്ക്കും. അതാണ് DC സോഴ്സ് ആയ കാരണമാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റെഫറൻസ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത് റെഗുലേറ്റഡ് DC സപ്ലൈ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ 3 വോൾട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ. നമുക്ക് 3 വോൾട്ട് കൊടുക്കാം, 2 വോൾട്ട് കൊടുക്കാം, ഇതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ റെഫറൻസ് വോൾട്ടേജ്. അപ്പോൾ ഈ റെഫറൻസ് വോൾട്ടേജ് മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഔട്ട്പുട്ടിൽ ചേഞ്ച് വരും. അപ്പോൾ അതാണ് ഇത്. ഇപ്പോൾ ഇത് റെഗുലേറ്റഡ് DC സപ്ലൈ ആണ് ഇവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ DC ബയസിങ് ചെയ്യും. അതായത് നടുക്ക് നമ്മുടെ ഒരു ബ്ലാക്കും ഒരു റെഡും നമ്മൾ ഷോർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ 2 തെറ്റത്തായിട്ടുള്ള നടുക്കുള്ള 2 നമ്മൾ ഷോർട്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നൊരു ഗ്രൗണ്ട് വയർ എടുക്കും. അതുപോലെ തന്നെ ഏറ്റവും തെറ്റത്തുള്ള 2 എണ്ണം നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ +12ഉം -12 ആയിട്ട് എടുക്കുക. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഷോർട്ട് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ ഒരു റെഡിൽ നിന്നും ഒരു ബ്ലാക്ക് ടെർമിനലിൽ നിന്നും ആയിട്ട് നമ്മൾ ഓരോ വയർ എടുത്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ 3 വോൾട്ടും സെറ്റ് ചെയ്താൽ മതി. അത്രയും ഇവിടെ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം, അതായത് ഇപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ടെർമിനലും അതേപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൗണ്ട് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് വരുന്നത്, അതായത് 6ാമത്തെ ടെർമിനൽ, ഇതാണ് ഔട്ട്പുട്ട് ടെർമിനൽ. ഈ 6ാമത്തെ ടെർമിനൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്നൊരു റെസിസ്റ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ റെസിസ്റ്ററിൻ്റെ ഒരെണ്ണം അവിടെ കൊടുക്കുക, ഒരെണ്ണം ഈ ടെർമിനലിൻ്റെ ഇവിടെ കൊടുക്കുക, ഒരെണ്ണം നമ്മൾ ഗ്രൗണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഗ്രൗണ്ടിലും കൊടുക്കുക. ഇത് നേരത്തെ പറഞ്ഞു +VCCയും -VCC ആണ്. അത്രയേ ഉള്ളൂ ഈ കണക്ഷൻസ് നമ്മൾ ബ്രെഡ് ബോർഡിൽ ഇതേപോലെ കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് പ്രൊസീജിയർ ഞാൻ പറയാം. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുള്ളത് ടെസ്റ്റ് ഓൾ കമ്പോണൻസ് ആർ ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഏതൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിലും ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കമ്പോണൻസും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്ന് ചെക്ക് ചെയ്യുക. അത് വയറുകളുടെ കണ്ടിന്യൂറ്റി ആയിക്കോട്ടെ, ബ്രെഡ് ബോർഡ് വർക്കിംഗ് ആണെന്നുള്ളതായിക്കോട്ടെ, റെസിസ്റ്റേഴ്സിൻ്റെ കണ്ടിന്യൂറ്റി ആയിക്കോട്ടെ, അത് ഒക്കെ ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യുക. അതിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ ചെക്ക് ചെയ്യേണ്ടത് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമറാണ് ഏറ്റവും പ്രശ്നം വരാൻ സാധ്യത. ചിലപ്പോൾ ട്രാൻസ്ഫോമർ ശരിയല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് സപ്ലൈ കിട്ടാണ്ട് നമുക്ക്
വേവ് ഫോം കൃത്യമായിട്ട് ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം, ട്രാൻസ്ഫോമർ ചെക്ക് ചെയ്യണം. ട്രാൻസ്ഫോമറിൽ നമുക്ക് രണ്ട് തരത്തിൽ ചെക്ക് ചെയ്യാം. ഒന്ന് മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാം 6 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നില്ലേ, AC ഔട്ട്പുട്ട് കിട്ടുന്നില്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് DSO വെച്ചിട്ടും ചെക്ക് ചെയ്യാം. DSOൻ്റെ പ്രോബ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ടെർമിനൽസിൽ കൊടുത്തിട്ട് AC നമ്മുടെ സൈനുസൈഡൽ വേവ് ഫോം DSOയിൽ കാണുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ട്രാൻസ്ഫോമർ ചെക്ക് ചെയ്യാം. അങ്ങനെ ഇത് രണ്ടും ചെക്ക് ചെയ്യുക. അങ്ങനെ എല്ലാ കമ്പോണൻസ് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കണക്ഷൻ കൊടുക്കാൻ. പിന്നെ ഈ കണക്ഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പലർക്കും ഇത് അറിയുണ്ടാവില്ല ചിലപ്പോൾ, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ DC ബയസിങ്, അതായത് ഇപ്പോൾ 12 വോൾട്ട് +12ഉം -12ഉം ബയസിങ് DC സപ്ലൈ വേണം കൊടുക്കാൻ. അപ്പോൾ ഈ ബയസിങ് DC സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്യുവൽ DC റെഗുലേറ്റഡ് പവർ സപ്ലൈ ഉണ്ടാവുമല്ലോ, അതിൽ നമ്മൾ കണക്ഷൻ കൊടുക്കണതിൽ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ 2 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സപ്ലൈ കൊടുക്കാനുള്ള, സെപ്പറേറ്റ് ആയിട്ടുള്ള സപ്ലൈ നമുക്ക് കൊടുക്കാനുള്ള 4 ടെർമിനൽസ് കാണാൻ പറ്റും. അതായത് 2 പോസിറ്റീവ് റെഡ് ടെർമിനൽസും 2 ബ്ലാക്ക്, അതായത് 2 നെഗറ്റീവ് ടെർമിനൽസും കാണാൻ സാധിക്കും. ഇത് 2 ഇൻഡിവിജ്വൽ ടെർമിനൽസ് ആണ്. ഇവിടെ നിന്ന് സപ്ലൈ കൊടുക്കുക, ഇവിടെ നിന്ന് സപ്ലൈ കൊടുക്കും. നമ്മൾ ഇത് ബയസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നടുക്കിലുള്ള ഒരു ബ്ലാക്കും ഒരു റെഡും ഉണ്ടല്ലോ, ഇത് നമ്മൾ ഷോർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു വയർ കൊണ്ട് ഇവിടെ ഷോർട്ട് ചെയ്യുക. എന്നിട്ട് വേറൊരു വയർ എടുത്തിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് ഇടുക. അതാണ് ആ പുറത്തേക്ക് ഇടുന്ന വയറാണ് ഗ്രൗണ്ട്. അത് നമ്മൾ ബ്രെഡ് ബോർഡിൽ എവിടെയെങ്കിലും കുത്തിയിട്ട് അതിന് കണക്ഷൻ വരുത്തക്ക രീതിയിൽ നമ്മൾക്ക് ആ വയറിന് നേരെ നമുക്ക് ഗ്രൗണ്ട് കൊടുക്കാം. അങ്ങനെയാണ് ഗ്രൗണ്ട് കിട്ടുക. ഇവിടെ നിന്ന് നമ്മൾ ഷോർട്ട് ചെയ്യണം, ആ ഷോർട്ട് ചെയ്യണ അവിടെ നിന്ന് തന്നെ നമുക്ക് വേറൊരു വയർ എടുത്ത് പുറത്തേക്ക് ഇടുക. അതാണ് ഗ്രൗണ്ട്. പിന്നെ ഈ ഏറ്റവും തെറ്റത്തായിട്ട് ഒരു ചുവപ്പും ഒരു ബ്ലാക്കും ഉണ്ടല്ലോ, അത് രണ്ടിൽ നിന്നുമാണ് നമുക്ക് +VCCയും +12 വോൾട്ടും -12 വോൾട്ടായിട്ട്. അപ്പോൾ ഈ ബ്ലാക്കിൽ -12 കിട്ടും, ഇവിടെ +12 കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ഷനിൽ ഇവിടെ സപ്ലൈ, ഇവിടെ വോൾട്ടേജ് കൺട്രോളുകൾ ഉണ്ടല്ലോ, ആ വോൾട്ടേജ് കൺട്രോൾ നമ്മളിങ്ങനെ കണക്ഷൻ കൊടുത്തതിന് ശേഷം സപ്ലൈ ഓൺ ചെയ്തിട്ട് നമ്മൾ വോൾട്ടേജ് 12 ആക്കി സെറ്റ് ചെയ്യണം. 12 അല്ലെങ്കിൽ ചിലതിന് 15 ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ 15 ആണെങ്കിൽ 15, 12. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കമ്പറേറ്റർ ചെയ്യാനായിട്ട് നമുക്ക് 12 വോൾട്ടാണ് വേണ്ടത്. അപ്പോൾ 12 വോൾട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ഷനായിട്ട് നമുക്ക് DC ബയസിങ് വോൾട്ടേജ് 12 വോൾട്ട് പ്ലസും മൈനസും നമുക്ക് കിട്ടും. അതാണ് ഈ ബയസിങ് DC സപ്ലൈ എന്ന് പറയുക. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ടുള്ള 6 വോൾട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് അങ്ങനെ കിട്ടുക. അത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ കൊടുക്കുക ഇൻപുട്ട് റെസിസ്റ്റൻസിലൂടെ. അത് പ്രത്യേകിച്ചൊന്നുമില്ല, നേരത്തെ നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ കണ്ട അതേ സംഭവം തന്നെ നമ്മുടെ ഇതിപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലിൻ്റെ സർക്യൂട്ടാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മൾ കണക്ഷൻ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ടെർമിനലിൽ നമ്മൾ എന്ത് വേണം, ഈ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ട്രാൻസ്ഫോമർ, അപ്പോൾ ആ ട്രാൻസ്ഫോമർ ഓൺ ചെയ്യാത്തേ ഉള്ളൂ. ഈ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 വോൾട്ട് DC റെഫറൻസ് വോൾട്ടേജ്. അപ്പോൾ നമ്മൾ റെഫറൻസ് വോൾട്ടേജ് എന്തുണ്ട്, നമ്മുടെ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ നേരത്തെ കണ്ടു, അത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക. ആ ഒരു DC സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്തിട്ട് 3 വോൾട്ട് അതിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് DSO വെച്ചിട്ട് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. ഔട്ട്പുട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ സാമ്പിൾ ഗ്രാഫിൽ വരച്ചത് അതേപോലെ തന്നെ ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മൾ കണക്ഷനൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ DSOയിൽ നമ്മൾ ചെക്ക് ചെയ്യണം ഈ ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇതാണ്, ഈ ഇൻപുട്ട് വേവ് ഫോമാണ് ഇത്. നമുക്ക് ഔട്ട്പുട്ട് ഇത് കിട്ടുന്നില്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനായിട്ട് DSO നമുക്ക് ഇതറിയാം, ഇത് നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് കിട്ടുന്ന സപ്ലൈ ആണ് ഇത്. നമ്മുടെ DSOയിൽ നിന്ന് നമുക്ക് ഇത് രണ്ടും കാണാൻ പറ്റും. ഇത് ട്രാൻസ്ഫോമറിനെ ക്രോസ് ആയിട്ട് നമ്മുടെ DSOൻ്റെ ടെർമിനൽസ് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. പിന്നെ ഇത് കിട്ടാനായിട്ട് നമ്മൾ അതിൻ്റെ DSOൻ്റെ റെഡ് പ്രോബിൽ റെഡ് ഉണ്ടല്ലോ, ആ റെഡ് ടെർമിനൽ നമ്മുടെ ഈ ഔട്ട്പുട്ടിൻ്റെ 6ൽ കൊടുക്കുക. മറ്റേ ടെർമിനൽ എന്ത് ചെയ്യുക, ഗ്രൗണ്ട് ചെയ്യുക ബ്ലാക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു വേവ് ഫോം നമ്മൾ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് നോൺ ഇൻവെർട്ടിംഗ് കമ്പറേറ്ററിൻ്റെ സർക്യൂട്ടാണ്. ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ നമുക്ക് ഈ ഒരു വേവ് ഫോം ഇതേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻപുട്ട് വോൾട്ടേജ് ഇപ്പുറത്തും റെഫറൻസ് വോൾട്ടേജ് അപ്പുറത്തും കൊടുക്കണം. ടെർമിനൽസ് അങ്ങോട്ട് കൊണ്ട് മാറ്റി നമ്മുടെ ഇത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇതിലെന്ന് വെച്ചാൽ ഇൻവേർട്ട് ആവുന്നുണ്ട്, ഇൻവേർട്ടായിട്ടാണ് കിട്ടുന്നത്. 3 റെഫറൻസ് വോൾട്ടേജിൻ്റെയും മുകളിൽ പോകുന്ന വോൾട്ടേജ് ഇൻവേർട്ടിങ് കമ്പറേറ്ററിൽ എന്ത് ചെയ്യും, റെഫറൻസ് വോൾട്ടേജിൻ്റെയും മുകളിലേക്ക് പോകുന്ന വോൾട്ടേജ് ഇൻവേർട്ടായിട്ട് കിട്ടും. ഇൻവേർട്ടായിട്ട് നെഗറ്റീവ് പൊളാരിറ്റിയിൽ കിട്ടും, മറ്റേത് പോസിറ്റീവിൽ കിട്ടും. ഇവിടെ നോൺ ഇൻവേർട്ടിങ്ങിൽ എങ്ങനെയാണ്,
3 വോൾട്ടിനും മുകളിൽ വരുന്ന ഇൻപുട്ട് വോൾട്ടേജൊക്കെ എന്ത് ചെയ്യും, പോസിറ്റീവ് പൊളാരിറ്റിയിൽ വരും, അല്ലാത്തതൊക്കെ നെഗറ്റീവ് പൊളാരിറ്റിയിൽ വരും. അത്രയേ ഉള്ളൂ ഈ കമ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ.